കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ? ഭാമിക ഷിബി വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ചീര ബജ്ജി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുളക് ബജ്ജി ഒക്കെ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ നല്ല ടേസ്റ്റോട് കൂടി തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ബജ്ജിയാണ്. ഇത് പൊട്ടിക്കുമ്പോ തന്നെ കണ്ടിട്ടില്ലേ, ഉള്ളിലൊക്കെ നന്നായിട്ട് മാവ് ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് കണ്ടാലോ? ചീര ബജ്ജിക്കായിട്ട് ചീര എടുത്തിട്ടുണ്ട്. അതിന്റെ തണ്ടൊന്നും ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇല എടുക്കണം കേട്ടോ. ഇലേന്റെ ഈ തണ്ട് കളയാതെ വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് പിന്നെ വേണ്ടത് 2 കപ്പ് കടലപ്പൊടി കേട്ടോ. കടലപ്പൊടി വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അരിപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കണ്ട, ഈ കടലപ്പൊടി മാത്രം മതിയാവും. മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എരിവിനായിട്ട് മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായത്തിന്റെ പൊടി. ബജ്ജിക്കുള്ള മാവ് ഒന്ന് കലക്കിയെടുക്കാനായിട്ട് കടലപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കണം. ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കുക. കട്ടയില്ലാതെ വേണ്ടത് കലക്കിയെടുക്കാനായിട്ട്. മാവ് നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ലൂസായി പോവരുത്, എന്നാൽ കട്ടിയായി പോവരുത്. ഈ ഒരു പരുവത്തിൽ വേണ്ട നമ്മൾ കലക്കിയെടുക്കാനായിട്ട്. ഇനി മാവിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് കേട്ടോ അത്ര ചേർത്ത് കൊടുത്തത്. ഇനി ഒരു 1/4 ടീസ്പൂണോളം കായത്തിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് കലക്കിയെടുക്കുക. ബജ്ജി ഉണ്ടാക്കാനായിട്ട് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബജ്ജി മാവിലേക്ക് ഓരോ ചീരയുടെ ഇലയിട്ടും നന്നായിട്ട് മാവിൽ മുക്കിയെടുക്കുക. ഇതിന്റെ തണ്ടുവശയില്ല, അത് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് മുക്കിയെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണയിലേക്ക് ഇട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിതൊന്ന് തിരിച്ചിടാനായിട്ട്. ഇട്ട പാടന്നെ തിരിച്ചിട്ട് കൊടുക്കരുത്, അപ്പൊ പൊട്ടിപ്പോകും. ഒന്ന് ഓരോ വശങ്ങളായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോ എണ്ണയിൽ നിന്ന് കോരി മാറ്റാ. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടുട്ടോ, ഒരുപാട് സമയമൊന്നും വേണ്ട വേവാനായിട്ട്. നമുക്ക് മുഴുവൻ ചീര ഇതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ചീര നമ്മള് ഒന്ന് പൊരിച്ചു കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ബജ്ജിയാണ്. എപ്പോഴും നമ്മൾ കറി വെച്ചിട്ട് ഉപ്പേരി വെച്ചിട്ടൊക്കെ ചീര കഴിക്കാറുള്ളത്. ഇതുപോലെ ഒന്ന് ബജ്ജി ഉണ്ടാക്കി കഴിച്ചോളൂ, എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ, ലൈക്കും കമന്റ് ചെയ്യാനും ആരും മറക്കരുത്.